മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിന്റെ പേരിനോട് ചേർത്ത് നാമകരണം ചെയ്യപ്പെട്ട നഗരമാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്. അടുത്ത കാലത്ത് ഔറംഗാബാദ് എന്ന പേര് ഛത്രപതി സംഭാജി നഗർ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. നൂറ്റാണ്ടുകളുടെ സംഭവബഹുലമായ ചരിത്രം അവകാശപ്പെടാനാകുന്ന നഗരമാണിത്. മുഗൾ കാലഘട്ടം തന്നെയാണ് അവയിൽ ഏറ്റവും പ്രധാനം. എന്നാൽ ഔറംഗാബാദ് നഗരം ഏറ്റവും പ്രസിദ്ധം അജന്ത എല്ലോറ ഗുഹകളുടെ പേരിലാണ്. ഇന്ത്യൻ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും അമൂല്യമായ 7 സംരക്ഷിച്ചിട്ടുള്ള ആർക്കിയോളജിക്കൽ സൈറ്റുകളാണ് അജന്ത എല്ലോറ കേവ്സ്. ചരിത്ര സ്മാരകങ്ങൾ കൂടാതെ ഡെക്കാൻ ഭൂപ്രകൃതിയുടെ സൗന്ദര്യവും ഈ നഗരത്തിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നു. പോകാം ഔറംഗാബാദിന്റെ കാഴ്ചകളിലേക്ക്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഔറംഗാബാദ് നഗരത്തിലെ പ്രധാനപ്പെട്ട 8 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം ബീബി കാ മക്ബറ. തുടർന്ന് ദൗലതാബാദ് കോട്ട. അടുത്തതായി പൈഠനി സിൽക്ക് മാൾ. പിന്നെ ബാനി ബീഗം ഗാർഡൻ. അവിടെ നിന്നും എല്ലോറ ഗുഹകൾ. തുടർന്ന് കൃഷ്ണേശ്വർ ടെമ്പിൾ. പിന്നെ അജന്ത കേവ്സ്. അവസാനമായി ലോണാർ ക്രേറ്റർ ലേക്ക്. ആദ്യം കാണേണ്ടതൊരു മുഗൾ ശവകുടീരമാണ്. ബീബി കാ മക്ബറ. ഔറംഗസീബ് ചക്രവർത്തിയുടെ ഭാര്യ ദിൽറസ് ബാനു ബീഗത്തിന്റെ ഓർമ്മയ്ക്കായി മകൻ അസം ഷാ പണികഴിപ്പിച്ച സ്മാരകം. മുത്തശ്ശിയായ മുംതാസ് മഹലിനു വേണ്ടി ഷാജഹാൻ നിർമ്മിച്ച താജ്മഹൽ തന്നെയായിരുന്നു അസം ഷായ്ക്ക് പ്രചോദനമായത്. അതുകൊണ്ട് തന്നെ താജ്മഹലുമായി രൂപത്തിൽ വലിയ സാമ്യവും കാണാനാകും. ഇക്കാരണത്താൽ ഡെക്കാണിന്റെ താജ്മഹൽ എന്നൊരു വിശേഷണം ബീബി കാ മക്ബറായ്ക്ക് ചാർത്തി കിട്ടിയിട്ടുണ്ട്. വലിയൊരു പടിവാതിൽ കടന്നു വേണം ബീബി കാ മക്ബറയുടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ. കവാടം മുതൽ തന്നെ പേർഷ്യൻ നിർമ്മാണ ശൈലികളുടെ സൗന്ദര്യം നമ്മെ ആകർഷിക്കും. ഉള്ളിലേക്ക് കടക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുക താജ്മഹലിനോടുള്ള സാദൃശ്യം തന്നെയായിരിക്കും. എന്നാൽ വലിപ്പം കൊണ്ട് ചെറുതുമാണ്. മുമ്പിൽ നീണ്ടുകിടക്കുന്ന പൂൾ താജ് കോമ്പൗണ്ടിലേതുപോലെ തന്നെയാണ്. അതിനപ്പുറം ഉയർന്ന പ്ലാറ്റ്ഫോമിൽ ശവകുടീരവും മോസ്കും പണികഴിപ്പിച്ചിരിക്കുന്നു. താരതമ്യത്തിൽ വലിപ്പം കുറവാണെങ്കിലും ഈ കെട്ടിടങ്ങൾ അത്ര ചെറുതല്ലെന്ന് അടുത്തെത്തുമ്പോൾ മനസ്സിലാകും. ശവകുടീരത്തിന്റെ മുഖ്യ ആകർഷണം ഇസ്ലാമിക് ശൈലിയിലുള്ള അലങ്കാരങ്ങളാണ്. ജിയോമെട്രിക് പാറ്റേണുകൾ കൂട്ടിയിണക്കിയുള്ള കൊത്തുപണികൾ ഭിത്തികളിലും മേൽക്കൂരയിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നു. ഉള്ളിലും കാണാം സമാനമായ കൊത്തുപണികളുടെ സൗന്ദര്യം. ദിൽറസ് ബാനുവിന്റെ അടക്കം 2 കല്ലറകൾ ശവകുടീരത്തിലുണ്ട്. അതിൽ ഒന്ന് ആരുടേതെന്ന് കണ്ടെത്താനായിട്ടില്ല. പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പരമ്പരാഗത ചാർബാഗ് മാതൃകയിലുള്ള ഉദ്യാനത്തിന്റെ ഭംഗിയുള്ള ദൃശ്യങ്ങളും ആസ്വദിക്കാനാകും. പേർഷ്യൻ വാസ്തുകലയുടെ മനോഹാരിത തുളുമ്പുന്ന നിർമ്മിതിയാണെങ്കിലും താജ്മഹലിന് ലഭിക്കുന്ന പ്രാധാന്യമോ പരിഗണനയോ ബീബി കാ മക്ബറായ്ക്ക് നേടാനാവുന്നില്ല.
അതുകൊണ്ട് തന്നെ കാലപ്പഴക്കത്തിൻ്റെതായ അടയാളങ്ങൾ എവിടെയും പ്രകടമാണ്. ഇനി കാണേണ്ടത് ഔറംഗാബാദിന്റെ ചരിത്രമുറങ്ങുന്ന ദൗലതാബാദ് കോട്ടയാണ്. ഡക്കാൻ മേഖലയിൽ മധ്യകാലത്ത് നിർമ്മിച്ച ഏറ്റവും ശക്തമായ കോട്ടകളിൽ ഒന്നാണിത്. 12ാം നൂറ്റാണ്ടിൽ യാദവ ഭരണകാലത്താണ് ഇവിടെ ആദ്യമായി കോട്ട സ്ഥാപിച്ചത്. പിന്നീട് രജപുത്രരും മുഗളരും മറാത്ത വംശജരും ബ്രിട്ടീഷുകാരുമെല്ലാം കോട്ട കൈവശം വെച്ചു. അങ്ങനെ വളരെ നീണ്ട സംഭവബഹുലമായൊരു ചരിത്രം ദൗലതാബാദ് കോട്ടയെ ചുറ്റിപ്പറ്റിയുണ്ട്. അതിലേറ്റവും പ്രസിദ്ധം തുഗ്ലക്ക് പരിഷ്കാരങ്ങളാണെന്ന് പറയാം. മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഡൽഹിയിൽ നിന്നും തന്റെ തലസ്ഥാനം ഒറ്റയടിക്ക് മാറ്റിയത് ഇവിടേക്കാണ്. അന്ന് തുഗ്ലക്കിന്റെ താമസവും ഈ കോട്ടയ്ക്കുള്ളിലായിരുന്നു. എന്നാൽ 5 വർഷത്തിന് ശേഷം തുഗ്ലക്ക് ഡൽഹിയിലേക്ക് തന്നെ തിരിച്ചുപോയി. അങ്ങനെ ആ ചരിത്ര പ്രസിദ്ധമായ സംഭവത്തിന്റെ പേരിലും ഈ കോട്ട ഏറെ ശ്രദ്ധ നേടുന്നുണ്ട്. ഇവിടെ ഒരു മലയുടെ അടിവാരത്ത് വിശാലമായി പരന്നു കിടക്കുകയാണ് ദൗലതാബാദ് കോട്ട. മലയുടെ മുകളിലും കോട്ടയുടെ ചില ഭാഗങ്ങളുണ്ട്. അവിടേക്ക് പഴയ കോട്ട വഴികളിലൂടെ നടന്നു പോകാം. ഔറംഗാബാദ് നഗരത്തിന്റെ പനോരമിക് കാഴ്ചകളും കുന്നിൽ നിന്നും ആസ്വദിക്കാനാകും. കാലങ്ങൾ പിന്നിട്ടെങ്കിലും കോട്ട കാര്യമായ തകരാറുകളില്ലാതെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ സ്മാരകം നന്നായി സംരക്ഷിച്ചു വരുന്നു. ചാന്ദ് മിനാറാണ് കോട്ടയിലെ പ്രധാന ഒരു കാഴ്ച. കുത്തബ് മിനാറിന്റെ മാതൃകയിൽ 16ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച വിക്ടറി ടവറാണിത്. ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ സൗത്ത് ഇന്ത്യയിൽ സ്ഥാപിച്ചിട്ടുള്ള മികച്ച നിർമ്മിതി കൂടിയാണിത്. കൂടാതെ പടിക്കിണർ, ജയിൽ, ആയുധപുര, പലവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന മുറികൾ, പീരങ്കികൾ, രഹസ്യ തുരങ്കങ്ങൾ എന്നിവയും കോട്ടയിൽ കാണാം. ചരിത്രം വിശദമായി അറിഞ്ഞുകൊണ്ട് കോട്ട സന്ദർശിക്കുന്നതാണ് ഉത്തമം. ഇതിനായി ഗൈഡുകളുടെ സേവനം ലഭ്യമാണ്. ഇനി കാണേണ്ടത് പൈഠനി സിൽക്ക് മാളാണ്. 2000 വർഷത്തെ പാരമ്പര്യമുള്ള പൈഠനി സിൽക്ക് സാരി വിൽക്കുന്ന കടയാണിത്. പകിട്ടേറിയ നിറങ്ങളുള്ള നൂലുപയോഗിച്ച് മനോഹരമായ ഡിസൈനിൽ നെയ്തെടുത്ത സാരികൾ ഇവിടെ നിന്നും വാങ്ങാം. 10,000 മുതൽ 1 ലക്ഷം വരെ വിലയുള്ള സാരികൾ പൈഠനി സിൽക്ക് മാളിൽ ലഭ്യമാണ്. സാരിയുടെ വിൽപ്പനയോടൊപ്പം പൈഠനി സിൽക്കിന്റെ ചരിത്രവും ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനായി പൈഠനി സാരി നെയ്യുന്ന തറികൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പൈഠനി എന്നത് നെയ്ത്തിന് പ്രസിദ്ധമായിരുന്ന പഴയ ഗ്രാമത്തിന്റെ പേരാണ്. ഗ്രീക്കുകാരും റോമാക്കാരും വരെ പൈഠനിയിൽ സിൽക്ക് വാങ്ങാൻ എത്തിയിരുന്നതായി പറയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ പുരാതന ഗ്രന്ഥങ്ങളിലെല്ലാം പൈഠനി സിൽക്കിനെ പറ്റിയുള്ള സൂചനകൾ കാണാനും കഴിയും. അതുകൊണ്ട് ദേവവസ്ത്ര എന്നൊരു വിശേഷണവും പൈഠനി സിൽക്കിനുണ്ട്. ആദ്യകാലത്ത് പരുത്തി നൂലും സ്വർണ്ണ നൂലും ഉപയോഗിച്ചായിരുന്നു പൈഠനി സാരികൾ നിർമ്മിച്ചിരുന്നത്. രാജാക്കന്മാർക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടിയായിരുന്നു ഉൽപാദനവും. ഇന്ന് പൈഠനി സിൽക്ക് തയ്യാറാക്കുന്ന നിരവധി യൂണിറ്റുകൾ ഔറംഗാബാദ് മേഖലയിലുണ്ട്. കൂടുതൽ ആധുനികമായ സംവിധാനങ്ങൾ ഇവർ ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു. എങ്കിലും പഞ്ച് ഗാർഡുകൾ ഉപയോഗിക്കുന്ന പരമ്പരാഗത രീതിക്ക് മാറ്റം വന്നിട്ടില്ല.
പഞ്ച് കാർഡുകൾ ഉൾപ്പെടുത്തിയുള്ള നെയ്ത്ത് രീതി സിൽക്ക് മാളിൽ നിന്നും വിശദമായി കണ്ടു മനസ്സിലാക്കാം. ഇനി കാണേണ്ടത് ഒരു മുഗൾ കാല ശവകുടീരമാണ്. ഔറംഗാബാദിൽ നിന്നും 24 കിലോമീറ്റർ അകലെയുള്ള ബാനി ബീഗം ഗാർഡൻ. ഔറംഗാബാദിലും പരിസരങ്ങളിലും ഇത്തരം മുഗൾ കാല നിർമ്മിതികൾ ധാരാളം കാണാനാകും. അവയിൽ പ്രധാനപ്പെട്ട ചിലത് സംരക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിലും പലതും അവഗണന നേരിടുകയാണ്. ബാനി ബീഗം ഗാർഡൻ അത്തരത്തിലൊന്നാണെന്ന് പറയാം. ഈ സ്മാരകവുമായി ബന്ധപ്പെട്ട ചരിത്രം അവ്യക്തവും എന്നാൽ കൗതുകം നിറഞ്ഞതുമാണ്. അതുകൊണ്ട് തന്നെ വാസ്തുവിദ്യാ സൗന്ദര്യത്തിനപ്പുറം ചരിത്രപരമായ സവിശേഷതകളാണ് ബാനി ബീഗം ഗാർഡന്റെ ആകർഷണം. ഔറംഗസീബിന്റെ കൊച്ചുമകൻ ബിദർ ഭക്തിന്റെ ഭാര്യയായിരുന്നു ബാനി ബീഗം. ബാനി ബീഗത്തിന്റെ ശവകുടീരം ഉൾപ്പെടുന്ന വിശാലമായ കോംപ്ലക്സ് മുഗൾ ശൈലിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കെട്ടിടങ്ങളും പവലിയനുകളും ഉൾപ്പെടെയുള്ള നിർമ്മിതികൾ കോമ്പൗണ്ടിൽ ഉൾപ്പെടുന്നുണ്ട്. ഇസ്ലാമിക് അലങ്കാരങ്ങളാണ് നിർമ്മിതികളിലുള്ളത്. കോംപ്ലക്സിന്റെ ഏതാണ്ട് മധ്യഭാഗത്തായി ബാനി ബീഗത്തിന്റെ കല്ലറ സ്ഥിതി ചെയ്യുന്നു. ബംഗ്ലാ ശൈലിയിലുള്ള പവലിയനുകൾ ഈ കല്ലറയുടെ പ്രത്യേകതയാണ്. സാധാരണ ശവകുടീരങ്ങളിൽ കാണുന്ന തരം ലിഖിതങ്ങളോ തീയതികളോ ഒന്നും ബാനി ബീഗം ഗാർഡനിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ബാനി ബീഗത്തെ പറ്റി മറ്റ് വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ലെന്നതും ഒരു വസ്തുതയാണ്. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഇനി കാണേണ്ടത് എല്ലോറ ഗുഹകളാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഏറ്റവും വിലയേറിയ സാംസ്കാരിക സമ്പത്തുകളിലൊന്നായ ചരിത്ര സ്മാരകം. അഗ്നിപർവ്വതജന്യമായ ബസാൾട്ട് ശിലകൾ വെട്ടിമാറ്റി നിർമ്മിച്ച ഗുഹകളിൽ ഒരു കാലത്ത് ഹിന്ദു, ബുദ്ധ, ജൈന ആരാധനാ കേന്ദ്രങ്ങൾ സജീവമായിരുന്നു. 5-ാം നൂറ്റാണ്ട് മുതൽ 11-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം നടന്നത്. ആകെ 100-ലധികം ഗുഹകൾ എല്ലോറ കോംപ്ലക്സിലുണ്ട്. അതിൽ 34 എണ്ണത്തിൽ മാത്രമേ ഇപ്പോൾ സന്ദർശകർക്ക് പ്രവേശനം അനുവദിക്കുന്നുള്ളൂ. ഇതിൽ 17 ഗുഹകളിൽ ഹൈന്ദവ ക്ഷേത്രങ്ങളാണ് ഉള്ളത്. മറ്റുള്ള 12 ഗുഹകളിൽ ബുദ്ധക്ഷേത്രങ്ങളും അവശേഷിക്കുന്ന 5 എണ്ണത്തിൽ ജൈന ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നു. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ചരിത്രവും സവിശേഷതകളുമുണ്ട്. ഗവേഷകർ അതേപ്പറ്റി വ്യക്തതയുള്ള നിഗമനങ്ങളിൽ എത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കണ്ടറിഞ്ഞ് എല്ലോറ ഗുഹകളിൽ സന്ദർശനം നടത്താൻ ദിവസങ്ങൾ തന്നെ വേണ്ടിവരും. നിങ്ങൾ ചരിത്രത്തിൽ താല്പര്യമുള്ളവരാണെങ്കിൽ ഗൈഡിന്റെ സഹായത്തോടെ എല്ലോറ ഗുഹകൾ വിശദമായി കാണാം. അല്ലെങ്കിൽ പ്രധാന ഗുഹകൾ തെരഞ്ഞെടുത്ത് യാത്ര പൂർത്തിയാക്കാം. ആർക്കിയോളജിക്കൽ സൈറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് കൈലാസ ക്ഷേത്രമാണ്. കോംപ്ലക്സിലെ ഏറ്റവും വലുതും മനോഹരവുമായ നിർമ്മിതി. ഇതിനു വലതുവശത്താണ് ബുദ്ധക്ഷേത്രങ്ങളുടെ സ്ഥാനം. ഇവ 1 മുതൽ 12 വരെയുള്ള ഗുഹകളിലാണ്. ക്ഷേത്രങ്ങൾക്ക് പുറമെ സന്യാസിമാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, ബുദ്ധ പാഠശാലകൾ, ഹോസ്റ്റലുകൾ എന്നിവയെല്ലാം ഈ കോംപ്ലക്സിൽ ഉണ്ടായിരുന്നു. ഇനിയുള്ളത് ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ഭാഗമാണ്.
13 മുതൽ 29 വരെ നമ്പറുകളിലുള്ള ഗുഹകൾ. കൈലാസ ക്ഷേത്രം തന്നെയാണ് ഇവിടെ പ്രധാന കാഴ്ച. കല്ല് വെട്ടുമാറ്റി ഉണ്ടാക്കിയ ഒരു വലിയ ക്ഷേത്ര കോംപ്ലക്സ്. ഇന്ത്യൻ റോക്ക് കട്ട് ആർക്കിടെക്ചറിൽ പടുത്തുയർത്തിയിട്ടുള്ള ഏറ്റവും മികച്ച നിർമ്മിതിയാണിത്. ശ്രീകോവിലും അനുബന്ധ മന്ദിരങ്ങളും സ്തൂപവുമെല്ലാം ഉൾപ്പെടുന്ന കൈലാസ ക്ഷേത്രത്തിലെ മുഖ്യ ആകർഷണം കൊത്തുപണികളാണ്. താരതമ്യേന കടുപ്പമുള്ളതും എന്നാൽ പൊട്ടിപ്പോകാത്തതുമായ ബസാൽട്ട് ശിലയായതിനാലാണ് ഇത്രയും നിർമ്മാണ പ്രവർത്തനങ്ങൾ സാധ്യമായത്. കൃത്യമായ മാസ്റ്റർ പ്ലാൻ ഇതിനെല്ലാം ഉണ്ടായിരുന്നുവെന്നതും അത്ഭുതപ്പെടുത്തുന്ന വസ്തുതയാണ്. 29 നമ്പർ ഗുഹയിലുള്ളതാണ് മറ്റൊരു പ്രധാന ഹൈന്ദവ ക്ഷേത്രം. വിശാലമായ ഗുഹയാണിതെന്നതാണ് പ്രത്യേകത. അതുപോലെ ആദ്യമായി നിർമ്മിച്ച ഗുഹാക്ഷേത്രവും ഇതാണെന്ന് കരുതപ്പെടുന്നു. എല്ലോറ കോംപ്ലക്സിൽ ഇടതുവശത്തായി ജൈന ക്ഷേത്രങ്ങളുടെ സമുച്ചയം സ്ഥിതി ചെയ്യുന്നു. 30 മുതൽ 34 വരെയാണ് അവയുടെ നമ്പർ. മഹാവീര പ്രതിഷ്ഠ നടത്തിയ ശ്രീകോവിലുള്ള ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. ഇനി കാണേണ്ടതൊരു ക്ഷേത്രമാണ്. ശ്രീ കൃഷ്ണേശ്വർ ടെമ്പിൾ. 12 ജ്യോതിർലിംഗ പ്രതിഷ്ഠകളിൽ അവസാന പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായി ഏറെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. തീർത്ഥാടകരുടെ വലിയ പ്രവാഹം ദിവസേനയുണ്ടാകുന്ന ആരാധനാ കേന്ദ്രം. കൃഷ്ണേശ്വർ എന്ന പേരിലും ഒരു പുതുമ കാണാനാകും. ശിവാലയ എന്ന ഗ്രാമത്തിലെ കൃഷ്ണ എന്ന ഭക്തയുടെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചില ഐതിഹ്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. കാഴ്ചയിലെ മനോഹാരിതയാണ് ഈ ക്ഷേത്രത്തെ വിനോദസഞ്ചാര രംഗത്ത് ശ്രദ്ധേയമാക്കുന്ന ഘടകം. കോമ്പൗണ്ടിനുള്ളിലെ നിർമ്മിതികളെല്ലാം കൊത്തുപണികളാൽ അലങ്കരിച്ചിട്ടുണ്ട്. ഹിന്ദു ആരാധനാമൂർത്തികളുടെ ചിത്രങ്ങളും പുരാണ കഥാസന്ദർഭങ്ങളുമാണ് ഇവിടെ പ്രമേയം. ഇതിൽ ഏറ്റവും ആകർഷകമായ ഭാഗം ശ്രീകോവിലിന്റെ ഉയർന്നു നിൽക്കുന്ന ഗോപുരമാണ്. 5 തട്ടായുള്ള ശിഖിര ശൈലിയിൽ പണിതുയർത്തിയിട്ടുള്ള നിർമ്മിതി. 24 തൂണുകളുള്ള സഭാ മണ്ഡപമാണ് മറ്റൊരു കാഴ്ച. ഇവിടെയും കാണാം അതിഗംഭീരമായ കൊത്തുപണികളുടെ മനോഹാരിത. സവിശേഷ പ്രാധാന്യമുള്ള ഒരു നന്ദി പ്രതിമയും കൂടി ക്ഷേത്രത്തിലുണ്ട്. ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്ര പരിസരവും ഒരു സവിശേഷ അനുഭവം തന്നെയായിരിക്കും. പൂക്കൾ നിറച്ച താലവുമായി ഭഗവാനെ തൊഴാൻ പോകുന്ന ഭക്തരും ഭക്തിയുടെ അന്തരീക്ഷവുമെല്ലാം ഇവിടെ വ്യത്യസ്തമായ കാഴ്ചയാകുന്നു. കൂടാതെ പലതരം കരകൗശല വസ്തുക്കളും ക്ഷേത്രത്തിലേക്കുള്ള സ്ട്രീറ്റിൽ നിന്നും വാങ്ങാനാകും. ഇനി നമുക്ക് അജന്ത ഗുഹകളിലേക്ക് പോകാം. ഔറംഗാബാദിൽ നിന്നും 100 കിലോമീറ്ററോളം അകലെയാണ് അജന്ത ഗുഹകൾ. 2 മണിക്കൂർ യാത്ര ഇവിടേക്ക് വേണ്ടിവരും. ഒരു പകലിന്റെ പകുതി കൊണ്ട് ഏകദേശം കണ്ടു തീർക്കാനും കഴിയും. എന്നാൽ വിശദമായി കാണണമെങ്കിൽ ദിവസങ്ങൾ തന്നെ വേണമെന്നതാണ് യാഥാർത്ഥ്യം. അത്രയേറെ ചരിത്രം അജന്ത ഗുഹകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. 30 ഗുഹകളാണ് സമുച്ചയത്തിലുള്ളത്. 2 മുതൽ 6 വരെ നൂറ്റാണ്ടുകൾക്കിടയിലായിരുന്നു നിർമ്മാണം.
ക്ഷേത്രങ്ങൾ, മൊണാസ്റ്ററികൾ, പ്രാർത്ഥനാ ഹാളുകൾ, മതപാഠശാലകൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് കോംപ്ലക്സ് തയ്യാറാക്കിയിരുന്നത്. വലിപ്പം കൊണ്ട് എല്ലോറയോളം എത്തില്ല അജന്ത കോംപ്ലക്സ്. എന്നാൽ പ്രകൃതിയുടെ മനോഹരമായ പശ്ചാത്തലം അജന്ത ഗുഹകളുടെ സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾക്കിടയിൽ ഈ ഗുഹകൾ ശ്രദ്ധേയമാകുന്നുണ്ട്. അജന്ത ഗുഹകളിലൂടെയുള്ള യാത്ര ഒരു ഹൈക്കിംഗ് പോലെ രസകരമാണ്. മഴക്കാലത്ത് ഈ ദൃശ്യങ്ങൾ കൂടുതൽ ഗംഭീരമാവുകയും ചെയ്യും. കുതിരലാടാകൃതിയിലുള്ള പാറക്കെട്ടിലാണ് അജന്ത ഗുഹകൾ കൊത്തിയെടുത്തിട്ടുള്ളത്. 30 ഗുഹകളിൽ ചില ഗുഹകൾക്ക് നിർമ്മാണം കൊണ്ടും ചരിത്രം കൊണ്ടും കൂടുതൽ പ്രാധാന്യമുണ്ട്. എങ്കിലും അജന്ത ഗുഹയുടെ പ്രധാന സവിശേഷത ചുവർ ചിത്രങ്ങളാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഭിത്തികളിൽ വരച്ച മനോഹരമായ വർണ്ണചിത്രങ്ങൾ, ജാതക കഥകളും ബുദ്ധന്റെ ആശയങ്ങളും പ്രമേയമാക്കിയാണ് വരകൾ. ഇവയുടെ അർത്ഥം മനസ്സിലാക്കാൻ ഒരു ഗൈഡിന്റെ സഹായം തേടുന്നതും നല്ലതാണ്. അവസാനമായി പ്രകൃതിദത്തമായ ഒരു അത്ഭുത കാഴ്ചയാണ് ലോണാർ ക്രേറ്റർ ലേക്ക്. 10,000-കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഉൽക്ക പതിച്ചതിനെ തുടർന്ന് ഉടലെടുത്ത തടാകം. അഗ്നിപർവ്വതജന്യമായ ബസാൾട്ട് ഭൂപ്രകൃതിയിൽ രൂപം കൊണ്ടിട്ടുള്ള ഏറ്റവും വലിയ മെറ്റിയോർ ക്രേറ്റർ തടാകമാണിത്. 150 മീറ്ററോളമാണ് തടാകത്തിന്റെ ആഴം. ഇതിൽ അരികിനോട് ചേർന്നുള്ള ഭാഗത്ത് ആൽക്കലൈൻ ജലം കാണപ്പെടുന്നു. ഉള്ളിലേക്ക് പോകുന്തോറും ലവണാംശം കൂടി വന്ന് സലൈൻ വാട്ടർ ആവുകയും ചെയ്യുന്നു. ലോണാർ ക്രേറ്റർ ലേക്കിനെ പരിസ്ഥിതി വകുപ്പ് റാംസർ വെറ്റ്ലാൻഡ്സ് ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴിതൊരു സംരക്ഷിത മേഖലയുമാണ്. കാഴ്ചയിലും വിവിധ ശാസ്ത്ര മേഖലകളിലുമായി ബന്ധപ്പെട്ടും തടാകത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. പ്രകൃതിയെ സ്നേഹിക്കുന്ന വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഡെസ്റ്റിനേഷനാണിത്. അപൂർവമായ സസ്യ ജന്തു സ്പീഷീസുകൾ ഇവിടെ കാണപ്പെടുന്നു. ആൽക്കലൈൻ ജലത്തിലെ ആൽഗകളാണ് അതിലൊന്ന്. ഇത് കൂടാതെ തടാകതീരത്ത് ധാരാളം പക്ഷികളും കേന്ദ്രീകരിച്ചിട്ടുണ്ട്. തടാകത്തിനു ചുറ്റും കാഴ്ചകൾ കണ്ടു നടക്കുന്നത് രസകരമായ അനുഭവമാണ്. ജലാശയത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾക്കൊപ്പം ചുറ്റുപാടുള്ള വനസമാനമായ പ്രദേശത്തിന്റെ സൗന്ദര്യവും ആസ്വദിക്കാനാകും. സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ വനത്തിൽ ക്രമമായി ഉണ്ടാകുന്ന ആവാസ മേഖലയുടെ വ്യതിയാനവും ഇവിടെ തിരിച്ചറിയാൻ കഴിയും. നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഈ പ്രകൃതി പ്രതിഭാസത്തെയും ജനങ്ങൾ വിശ്വാസങ്ങളുടെ ഭാഗമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ആരാധനാലയങ്ങളും ക്രേറ്ററിനുള്ളിലും സമീപത്തുമായി സ്ഥാപിച്ചിട്ടുണ്ട്. ചരിത്രവും പ്രകൃതി ഭംഗിയും സംഗമിക്കുന്ന ഡെക്കാൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ് നഗരം. അജന്ത എല്ലോറ ഗുഹകൾ സന്ദർശിക്കാനായി മാത്രം വിദേശികളടക്കം ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നുണ്ട്. ഇന്ന് ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിച്ച് ടൂറിസം കൂടുതൽ വിപുലമാക്കാനും സഞ്ചാരികളെ ആകർഷിക്കാനുമുള്ള ശ്രമങ്ങൾ ഔറംഗാബാദിൽ സജീവമായി നടന്നുവരികയാണ്.